ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് 2 ദിവസത്തെ വൈകിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ റീൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു ജാനുവരി 19. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലെ പല ഡോക്ടറെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 1 വർഷമായി ഇപ്പം ഡോക്ടറെ കണ്ടിട്ട്. അപ്പോൾ റീന് പല്ല് ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പല്ല് ഡോക്ടർ എൻ്റെ ഫ്രണ്ട് കൂടിയാണ്, എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. തിരൂരാണ് അവരുടെ ക്ലിനിക്ക് ഉള്ളത്. മിസിർ ഡെൻ്റൽ ക്ലിനിക്കാണ് പേര്. അപ്പം അതിൻ്റെ ഫോളോ അപ്പ് നടത്താൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇതുപോലെ യുഎയിലേക്ക് തിരിച്ചു പോകാൻ നേരമായിരുന്നു നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പല്ലിൻ്റെ കാര്യമാണല്ലോ, കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇത്തവണ കുറച്ച് നേരത്തെ നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് കല്യാണമൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം വെള്ളിയാഴ്ച തിരിച്ചു പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇതൊക്കെ തീരണം. 2 സ്പെഷ്യലിസ്റ്റ് ഡോക്ടറും കൂടി വന്നിട്ടുണ്ടായിരുന്നു. 2 പേരുടെയും പേര് ഫവാസ് തന്നെയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി ക്ലിപ്പ് വാങ്ങിക്കാനായിട്ട് വരണം. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഇത്തവണ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഇതുവരെ എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കാൻ പോയിട്ടില്ല. ഒന്ന് വന്ന് പോയി എന്നല്ലാണ്ട് നിൽക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പം റീനിയും റോസിനെയും കൂടി എൻ്റെ വീട്ടിൽ നിർത്തി കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പം റീൻ്റെ ബർത്ത്ഡേനെ അന്ന് അവിടെ നിർത്തണമെന്ന് ഉമ്മാക്ക് നിർബന്ധം. അപ്പോൾ അങ്ങനെ നിർത്തി കൊടുക്കാൻ പോവാണ്. എനിക്ക് വീട്ടിൽ ഒരു എന്താ പറയുക, വീട്ടിൽ ചെറിയ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതും കൂടി കൂടിയിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം റീനിന് സ്പെഷ്യലായിട്ട് അവളുടെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് നെക്സ്റ്റ് ഡേ ആണ് ബർത്ത്ഡേ. അപ്പോൾ അതിനായിട്ട് സ്പെഷ്യലായിട്ട് ചിക്കൻ റോസ്റ്റും പിന്നെ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ. പിന്നെ കഴിഞ്ഞ എൻ്റെ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസ്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഹിജാബിൻ്റെ പുറത്ത് കൂടെ ഇടാൻ പറ്റുന്ന ആ ഒരു ക്ലിപ്പാണിത്. അപ്പോൾ ഇത് ഞാൻ യുഎയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ ഇവിടുന്ന് ഫോറിൻ മാർക്കറ്റിൽ, തിരൂർ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ ബ്രദർ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതിപ്പം ഒരു പാക്കിൽ 5 എണ്ണമാണുള്ളത്. അത് അത്ര ഫ്ലെക്സിബിൾ അല്ല, പക്ഷേ സംഭവം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. ഇത് ഞാൻ യുഎയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ഒരു ബ്ലൂ യുഎയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് ഫ്ലെക്സിബിളാണ്. മാസ്കൊക്കെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് വെക്കാൻ പറ്റും. പക്ഷേ നമ്മൾ വിചാരിച്ച കാര്യം നടക്കാൻ ഈ ഒരു സംഭവം തന്നെ, ഈ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വാങ്ങിച്ച സംഭവം തന്നെ മതി കേട്ടോ. ഇപ്പോൾ ഫ്ലെക്സിബിളാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ്, കുറച്ചുകൂടെ വലുപ്പമുണ്ട്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. അതായത് ഹിജാബൊക്കെ ഇടുന്നവർക്ക് മാസ്ക് ഇടുമ്പം നമ്മൾ അകത്ത് കൂടെ ഇടേണ്ടി വരും. അപ്പോൾ ഹിജാബൊക്കെ ഇട്ട ശേഷം നമ്മൾ ഇടാൻ നിൽക്കുമ്പം ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഷോളൊക്കെ ചുറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് പുറത്ത് കൂടെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മാസ്ക് ഹോൾഡറാണ് കേട്ടോ സംഭവം. റീൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ ഞങ്ങളിപ്പോൾ അടുത്തൊന്നും നാട്ടിൽ ഉണ്ടായിട്ടില്ല. എപ്പോഴും യുഎഇ തന്നെ ആയിരിക്കും. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ റീൻ്റെ ബർത്ത്ഡേ നാട്ടിലാവുന്നത്. അപ്പോൾ ഉമ്മാക്ക് നിർബന്ധം ഇവിടെ വെച്ചിട്ട് ആയിക്കോട്ടെ, ഇവിടെ ഒരു ദിവസം നിൽക്കാൻ വന്നോട്ടെന്നൊക്കെ. ഏതായാലും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം അവരെങ്കിലും നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് റീനും റോസും കൂടി ഇവിടെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നതാണ്. റോസും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മാറി നിൽക്കുന്നൊക്കെ. പൊതുവേ ഇതുപോലത്തെ ഡേയ്സൊന്നും നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ആഘോഷിക്കാറൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ വ്ളോഗിൽ റോസിൻ്റെ ബർത്ത്ഡേക്ക് ഭയങ്കര കാര്യമായിട്ടൊക്കെ സർപ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റീനും എന്തെങ്കിലും സർപ്രൈസൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ റീന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ റീന് പൊതുവേ കേക്ക്സിനോട് വലിയ താല്പര്യമില്ല. പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിസ്സ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തിരൂർ തന്നെ തലക്കടുത്തൂരുള്ള പിസ്സ റിക്കോട്ടയിൽ വന്നതാണ്.
അപ്പോൾ ഒരുപാട് പേരുകൾ കണ്ടപ്പം ഒരു 4 വെറൈറ്റി ഓർഡർ കൊടുത്തു. ഏതായാലും നമ്മൾ കേക്കിന് പകരം പിസ്സയാണ് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ 4 വ്യത്യസ്ത പിസ്സയാണ് ഓർഡർ കൊടുത്തുള്ളത്. പിന്നെ 4 മീഡിയം സൈസാട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒരു തന്തൂരി പിസ്സ, ഒരു സുപ്രീം പിസ്സ സുപ്രീം, പിന്നെ പിസ്സ റോയലും, പിന്നെ ഒരു ബാർബിക്യൂ. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്ത ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് എന്നെ ഇതിൻ്റെ അകത്ത് കണ്ടിട്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട്, നമ്മളിതുവരെ നേരിട്ട് കാണാത്ത എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാട്ടോ അത്. ആളൊരു ബ്ലോഗർ കൂടിയാണ്, റഫീദ എന്നാണ് പേര്. ആളുടെ വീട് തിരൂർ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് കണ്ടത് ഒരുപാട് സന്തോഷം തോന്നി. കുറേ നാളായിട്ടുള്ളൊരു ഫ്രണ്ടാണ് കേട്ടോ, പക്ഷേ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ കാണാൻ പറ്റിയത്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും എങ്ങനെയാണ് ചൂടാറും. അപ്പം ആ ഒരു ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ നമ്മൾ, വീഡിയോയിൽ കാണിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഒരു ചീസി ടെക്സ്ചറും അതുപോലെ ആ ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് റോയൽ പിസ്സയാണ്. പിന്നെ എനിക്ക് തോന്നിയത് ഇതിൽ സ്പെഷ്യലായിട്ടുള്ളത് ഇപ്പം ചിക്കൻ കൂടാണ്ട് സോസേജൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോസേജൊക്കെ കണ്ടു. അപ്പോൾ ബാക്കി പാർസലും ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല വരുന്നുണ്ടെന്നൊന്നും. അപ്പോൾ റോസും റീനും കൂടി ഓടി വന്നിട്ടുണ്ടായിരുന്നു. റൂയി മോളെ കാണാണ്ട് ആദ്യമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അവർ. പിന്നെ റീന് സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് കൂടി ഇക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും കണ്ടിട്ടില്ല. അപ്പം ഇവിടുന്ന് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത്. അതിനകത്ത് എന്താണെന്നുള്ളത് എനിക്കറിയാം, കണ്ടിട്ടില്ലായിരുന്നു. റീനിന് പൊതുവേ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്, വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ ചെന്നാലും എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്നതിലേക്കും അവൾക്ക് ഇഷ്ടം ബുക്സാണ്. അപ്പം കുറച്ച് ബുക്സ് ആണ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ചിക്കൻ ബാർബിക്യൂ പിസ്സ. എല്ലാം നല്ല ഫ്ലേവർഫുള്ളായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒരു ഒറിഗാനോ അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് തന്തൂരി ചിക്കൻ പിസ്സ. എല്ലാതും നല്ല വ്യത്യസ്ത ടേസ്റ്റ് തന്നെയായിരുന്നു. ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് ചിക്കൻ സുപ്രീം. ഇത് സുപ്രീം പിസ്സയാണ്. അത് നല്ല ഫ്ലേവർഫുള്ളായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് പകരം പിസ്സയാണ് കട്ട് ചെയ്തതും കഴിച്ചതും എല്ലാവരും കൊടുത്തതൊക്കെ കേട്ടോ. പിന്നെ ഞാൻ കേക്ക് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ എൻ്റെ വീട്ടിൽ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ സിസ്റ്ററും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിസ്സ ഒക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സിസ്റ്ററും ഹസ്ബൻഡും കൂടി വന്നത്. അവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്തൊന്നും റീൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ നാട്ടിൽ കൂടിയിട്ടില്ല. ശരിക്കും ഞങ്ങൾ തിരിച്ച് പോകാനുള്ള ദിവസവും കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ എങ്ങനെയോ ഇപ്പം അവളുടെ ബർത്ത്ഡേ ഇവിടെ കൂടാൻ സാധിച്ചു. അതുപോലെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ആണെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ പേരക്കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാത്സല്യം കുറച്ച് കൂടുതലുണ്ട് അവളോട്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ഇവിടെ കൂടാൻ പറ്റിയാലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അവർക്ക്.
എത്ര പെട്ടെന്നാണ് നമ്മുടെ ദിവസങ്ങൾ കഴിഞ്ഞത്. നാട്ടിൽ വന്നത് ഇപ്പോൾ അടുത്താന്ന് തോന്നുള്ളൂ. 30 ദിവസം കഴിഞ്ഞത് അറിഞ്ഞേയില്ല. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് പോകാനുള്ള സമയമായി. അപ്പം അതിന് മുമ്പ് തറവാട്ടിലോട്ടൊന്ന് പോകണം, എൻ്റെ ഉപ്പാടെ തറവാട്ടിലോട്ട്. അപ്പം ഏതായാലും ഇവിടെ വന്നതല്ലേ, അപ്പം ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ തറവാട്ടിലുള്ളത് 3 എളാപ്പന്മാരാണ്. ബാക്കി എല്ലാവരും വേറെ വീടെടുത്തിട്ട് മാറിയിട്ടുണ്ട്. വല്യമ്മ ഇപ്പം ഞാൻ UAയിലായ സമയത്താണ് വല്യമ്മ ഞങ്ങളെ വിട്ട് പോയത്. എനിക്ക് മൊത്തം 7 എളാപ്പന്മാരും 3 അമ്മായികളും ഉള്ളത്. അതിൽ എൻ്റെ ഒരു എളാപ്പയാണിത്, മെഹബൂബ് എന്നാണ് പേര്. എളാപ്പ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മക്കളുടെ എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്ന, എല്ലാത്തിനും വിളിച്ച അപ്പം വരുന്ന ഒരു ഫ്രണ്ട് പോലെയുള്ള ഒരു എളാപ്പ കേട്ടോ. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ അവിടുന്ന് നേരെ വീണ്ടും എൻ്റെ വീട്ടിലോട്ട് പോരുകയാണ്. അവിടുന്ന് ഭക്ഷണം ഉമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. റീൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഭക്ഷണമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കുക. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.